നമസ്കാരം, എല്ലാവർക്കും അമ്മാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് വിന്താലുവാണ് തയ്യാറാക്കുന്നത്. അത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫാണിത്. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം അതിൽ ചേർക്കുവാൻ വേണ്ടി ചെറിയ 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി. 3 പച്ചമുളക് നെടുകെ കീറി വെച്ചിട്ടുണ്ട്. അതിന് വേപ്പില, ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരപ്പിന് ആവശ്യമായ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്. അരക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരിയും. ഇതെല്ലാം നമുക്കിനി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാവുമ്പോൾ അതിനനുസരിച്ച് എടുത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് പെട്ടെന്ന് അരയാൻ വേണ്ടിയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കടുക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെയുള്ളൊരു അരപ്പാണ് നമുക്ക് ആവശ്യം. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുക്കുക. കുക്കർ എടുത്തിട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ബീഫ് മുഴുവൻ ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 4 സവാളയും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലരിഞ്ഞിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സിയിൽ തയ്യാറാക്കി വെച്ച അരപ്പാണിത്. അത് നമുക്ക് മുഴുവനായിട്ടും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇതിനകത്ത് ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇറച്ചിക്ക് ആവശ്യമായ വിനാഗിരിയും നമുക്കിതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരപ്പിനായിട്ട് വിനാഗിരി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ഇറച്ചിയിൽ ആവശ്യമായ വിനാഗിരിയാണ് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. എല്ലാം കൈകൊണ്ട് നമ്മൾ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. സവാളയെല്ലാം നല്ല നൈസായിട്ട് വരും. കൈകൊണ്ട് തിരുമ്മി കഴിയുമ്പോൾ മസാലകളെല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെ പിടിക്കും. അതാണ് കൈകൊണ്ട് നമ്മൾ തിരുമ്മുമ്പോഴുള്ള പ്രത്യേകത. ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പൊത്തി വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ. ഇതിനകത്തോട്ട് നമ്മൾ മിക്സി കഴുകി സ്വല്പം ഒരു 1/4 കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. കുക്കർ മൂടി ഫ്ലെയിം ഓൺ ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഒരു വിസിൽ കേട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എയർ പോയതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കുക. അതിനകത്ത് വെള്ളമുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി വറ്റിക്കണം. അത് അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയ ഇറച്ചിയിൽ സ്വല്പം വെള്ളം കൂടുതലായിരുന്നു. ചില ഇറച്ചിയിൽ വെള്ളം കുറവായിരിക്കും. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിരുന്നില്ല. 1/4 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിരുന്നുള്ളൂ. ഇറച്ചിയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ് ഇതെല്ലാം. അത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബീഫ് വിന്താലു കിട്ടേണ്ടത്. നമ്മുടെ ബീഫ് വിന്താലു റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.